പെൺകുട്ടി അബദ്ധവശാൽ ഒരു യുവാവിനെ ഇടിക്കുന്നു. ആ കാഴ്ചയിൽ തന്നെ അവരിരുവരും പ്രണയത്തിലാവുന്നുണ്ട്. യുവാവട്ടെ അവളുടെ ശ്രവണ സഹായി എടുത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് ക്ഷമാപണം നടത്തുന്നു. എന്നാൽ ശ്രവണ സഹായി ചെവിയിൽ വെക്കാത്തത് കൊണ്ട് തന്നെ അവൻ എന്താണ് പറഞ്ഞതെന്ന് പെൺകുട്ടിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം കൊണ്ട് അവന്റെ സുഹൃത്താവട്ടെ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പെൺകുട്ടി ആവട്ടെ വേഗം തന്നെ ഓടി മുകളിലേക്ക് കയറി അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ണിമ ഇമ വെട്ടാതെ അവൻ ആരായിരിക്കുമെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് 8 വർഷം കടന്നുപോയി. പെൺകുട്ടി ഇപ്പോൾ സ്വന്തമായി ഒരു ഫ്ലവർ ഷോപ്പ് നടത്തുകയാണ്. ഒരു ദിവസം പെൺകുട്ടി പതിവ് പോലെ തന്റെ ഫ്ലവർ ഷോപ്പിലെത്തി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു യുവാവ് അങ്ങോട്ടേക്ക് വന്നിട്ട് ടേബിൾ ലാമ്പ് ഇടുന്നുണ്ട്. പെൺകുട്ടി ഈ സമയത്ത് 8 വർഷങ്ങൾക്ക് മുമ്പ് അവനെ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. യുവാവട്ടെ അവളോട് ഒരു വൈറ്റ് റോസസിന്റെ ബൊക്കെ ആവശ്യപ്പെടുന്നു. അവനെ കണ്ട ഞെട്ടൽ മറച്ചു വെച്ചിട്ട് അവന് വേണ്ടിയിട്ട് ആ ബൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം അവനെ നോക്കാതിരിക്കാൻ പെൺകുട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. 8 വർഷത്തിന് ശേഷം വീണ്ടും അവനെ കണ്ടുമുട്ടുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. പെൺകുട്ടി ബൊക്കെ തയ്യാറാക്കി അവന് നൽകുന്നുണ്ട്. അവന്റെ സുന്ദരമായ മുഖം കണ്ട് അവൾക്ക് കണ്ണെടുക്കാൻ തോന്നിയിരുന്നില്ല. ഈ സമയത്ത് അവനോട് പേയ്മെന്റ് പോലും ചോദിക്കാൻ അവൾ മറന്നു പോകുന്നുണ്ട്. യുവാവ് ഓർമ്മിപ്പിച്ചപ്പോൾ മാത്രമാണ് അവൾ പേയ്മെന്റിന്റെ കാര്യം ഓർത്തത്. ഉടനടി തന്നെ അവൾ പരിഭ്രാന്തിയിൽ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഉപകരണം അയാളുടെ മുൻപിലേക്ക് വെച്ചു കൊടുക്കുന്നു. പെൺകുട്ടിയുടെ പരിഭ്രാന്തിയിലുള്ള ക്യൂട്ടായിട്ടുള്ള മുഖഭാവം കണ്ടിട്ട് യുവാവിന് ചിരിയടക്കാൻ സാധിച്ചിരുന്നില്ല. പേയ്മെന്റിന് ശേഷം അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോയതിനു ശേഷമാണ് പെൺകുട്ടി ഒന്ന് നേരെ ശ്വാസം വിടുന്നത്. വീണ്ടും അവനെ കാണാൻ സാധിക്കണമേ എന്ന് അവൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്.